അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പിവോട്ട് ടേബിളിനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു പവർഫുൾ ടൂളാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. പിവോട്ട് ടേബിളും സാധാരണ ടേബിളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്താണെന്ന് നോക്കാം. സാധാരണ ടേബിൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഇതേ രീതിയിലായിരിക്കും ഡാറ്റാസ് ഉണ്ടായിരിക്കും. ഇതൊരു ബേസിക് ഡാറ്റയായിരിക്കും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ചിലപ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് റെക്കോർഡ്സ് നമുക്ക് സാധാരണ ടേബിൾസിൽ ഉണ്ടായിരിക്കും. നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ആ ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് വരില്ല. നമുക്ക് ചില ഡീറ്റെയിൽസുകൾ മാത്രം ഈ ടേബിളിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്ത് അനലൈസ് ചെയ്യേണ്ടി വരും. അത്തരം സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂളാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ടേബിളിൻ്റെ ഒരു സമ്മറൈസ്ഡ് രൂപമാണ്. അതിൻ്റെ എല്ലാ സമ്മറിയും എന്നാൽ നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉണ്ടായിരിക്കും. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിവോട്ട് ടേബിളിൻ്റെത് നമുക്കത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു ടേബിളിൽ ഇതിപ്പോൾ ഒരു 1000 റെക്കോർഡ് ആയിക്കോട്ടെ 10,000 റെക്കോർഡ് ആയിക്കോട്ടെ, ഈ ഒരു ടേബിളിൽ വ്യത്യസ്ത റീജിയണിൽ നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ വാല്യൂ നമുക്ക് വേണമെന്ന് കരുതുക. നമ്മൾ ആ പിവോട്ട് ടേബിൾ ഉപയോഗിച്ച് അത് നമുക്ക് വെറും ഒരു 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് എത്ര വലിയ ടേബിളാണെങ്കിലും നമുക്ക് അതിൻ്റെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അതേ ടേബിളിൽ തന്നെ നമുക്ക് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്യണമെന്ന് നോക്കുക. വീണ്ടും നമുക്കൊരു 2-3 സെക്കൻഡ് കൊണ്ട് അത് ചെയ്യാൻ കഴിയും. പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ അതുപോലെ തന്നെ ഡൈനാമിക്കുമാണ്. നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാവുന്നത്, നമുക്കനുസരിച്ചുള്ള ഡീറ്റെയിൽസിന് വേണ്ടി നമുക്കതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാവുന്നതുമാണ്. നമ്മൾ പിവോട്ട് ടേബിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ബ്ലാങ്ക് കോളംസോ ബ്ലാങ്ക് റോസോ നമ്മുടെ ടേബിളിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മെർജ് ചെയ്ത സെല്ലുകൾ, നമ്മൾ ഒന്നിൽ കൂടുതൽ സെല്ല് സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെർജ് ചെയ്ത സെല്ലുകൾ നമ്മുടെ ഡാറ്റയിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ടേബിൾ എന്ന് പറയുന്നത് ഒരു ബേസിക് ടേബിൾ ആയിരിക്കണം. ആ ഒരു കാര്യം പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എറർ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പിവോട്ട് ടേബിൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ പിവോട്ട് ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏത് ടേബിളാണ് സോഴ്സായി യൂസ് ചെയ്യുന്നത് ആ ടേബിളിൽ ആ ഡാറ്റയിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്ന് പറയുന്ന ടേബിൾ ക്ലിക്ക് ചെയ്ത് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മൾ ഈ ടേബിൾ ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്തതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മളത് ഇൻസൈഡിൽ ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ടെക്സ്റ്റ് സെലക്ട് ടേബിൾ ഓർ റേഞ്ച് എന്നുള്ളിടത്ത് ഈ ഭാഗത്ത് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മാനുവലായിട്ട് നമ്മുടെ ടേബിൾ സെലക്ട് ചെയ്യാം. ശേഷം ഇതിൽ വരുന്നത് ചൂസ് വേർ യു വാണ്ട് ടു പിവോട്ട് ടേബിൾ റിപ്പോർട്ട് ടു ബി പ്ലേസ്ഡ്. നമുക്ക് ഏത് ഭാഗത്താണ് പിവോട്ട് ടേബിൾ വേണ്ടതെന്നാണ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ന്യൂ വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വർക്ക് ഷീറ്റിലായിട്ട് നമുക്ക് ആ പിവോട്ട് ടേബിൾ ജനറേറ്റ് ആവും. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റാണ്. എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ, നമ്മുടെ സോഴ്സ് ടേബിൾ ഏത് ഷീറ്റിലാണോ അതേ ഷീറ്റിൽ തന്നെ നമുക്ക് ഈ പിവോട്ട് ടേബിളും ആഡ് ചെയ്യാം. ശേഷം നമ്മളോട് ലൊക്കേഷൻ ചോദിക്കും. ലൊക്കേഷനിൽ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ടേബിൾ വേണ്ടത് ആ സെൽ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഭാഗത്ത് സെലക്ട് ചെയ്തു. നമുക്ക് ഇതേ ഒരേ ഷീറ്റിൽ നമുക്ക് പിവോട്ട് ടേബിൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ വർക്ക് ഷീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ വർക്ക് ഷീറ്റിൽ ലഭിക്കുന്നതാണ്. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിവോട്ട് ടേബിൾ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. പക്ഷേ ഇത് ബ്ലാങ്ക് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഡീറ്റെയിൽ പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്ന് പറഞ്ഞ് സൈഡിൽ നമുക്കൊരു ചെറിയൊരു വിൻഡോ കാണാൻ കഴിയും. നമ്മുടെ ഈ ടേബിളിലുള്ള എല്ലാ കോളം ഹെഡിങ്ങും ഇവിടെ നമുക്ക് ഈ വിൻഡോയിൽ ഈ ഭാഗത്ത് ഫീൽഡ് എന്ന ഭാഗത്ത് കാണാൻ കഴിയും. നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്ന ഒരു പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിൽ ഒരു റീജിയൺ വൈസ് ഓരോ റീജിയണിലും ടോട്ടൽ സെയിൽസ് എത്ര കിട്ടിയെന്ന് നോക്കുകയാണ്. നമുക്ക് ഈസ്റ്റ്, സെൻട്രൽ, വെസ്റ്റ് തുടങ്ങിയ റീജിയൻസ് ഉണ്ട്. ഇതിൽ ടോട്ടൽ സെയിൽസ് എത്ര ഉണ്ടായി എന്ന് നോക്കുകയാണ്. നിങ്ങൾക്ക് താഴെ ഇവിടെ 4 ചെറിയ ബോക്സുകൾ കാണാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് റോസ് എന്ന് പറയുന്ന ബോക്സ് കാണാം. അതുപോലെ കോളംസ്, വാല്യൂസ്, ഫിൽറ്റേഴ്സ്. നമ്മളിവിടെ നമ്മുടെ റീജിയൻ വരേണ്ടത് നമ്മുടെ റോസ് സൈഡിലാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റോസ് സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് വരേണ്ടതുണ്ട്. നമ്മൾ റീജിയൻ എന്ന ഈ ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന് പറയുന്ന ഈ ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 റീജിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ് നമുക്ക് 3 റോസിലായി ലഭിക്കും.
ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ സെയിൽസ് ആണ് ഓരോ റീജിയനിലെയും. സോ നമുക്കിവിടെ ടോട്ടൽ എന്ന് പറയുന്ന ഈ ഭാഗം ടോട്ടൽ എന്ന് പറയുന്ന ഫീൽഡ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ വാല്യൂസ് എന്ന് പറയുന്നതിൽ ഡ്രോപ്പ് ചെയ്യുക. സോ നമുക്കിവിടെ നമ്മുടെ പിവോട്ട് ടേബിൾ റെഡിയായി. നമ്മുടെ ഓരോ റീജിയനിലും എത്ര ടോട്ടൽ സെയിൽസ് ഉണ്ടായി എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. സോ ഇനി നമുക്ക് ഈ സെൻട്രൽ എന്ന് പറയുന്ന റീജിയണിൽ ഇത്രയും സം ഓഫ് ടോട്ടൽ എന്ന് പറയുന്ന ഇത്രയും എമൗണ്ടിൻ്റെ സെയിൽസാണ് ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് ഈ കോളത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻട്രൽ എന്ന് പറയുന്ന റീജിയണിലെ മൊത്തം സെയിൽസ്, സെൻട്രൽ എന്ന റീജിയണിലെ മൊത്തം സെയിൽസ് നമുക്ക് നമ്മുടെ ബേസിക് ടേബിളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തൊരു ഡീറ്റെയിൽസ് നമുക്ക് പുതിയ ഷീറ്റിൽ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ഈസ്റ്റിലേതാണെങ്കിൽ ഈസ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ കാണാം. സോ നമ്മുടെ ഓരോ കോളത്തിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു ഷീറ്റിൽ കാണാൻ കഴിയുന്നതാണ്. സോ ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാല്യൂസിൽ ഇവിടെ ഇപ്പോൾ സം ഓഫ് ടോട്ടൽ എന്നാണ്. സോ നമുക്കിവിടെ ടോട്ടൽ സെയിൽസ് എന്നാണ് വേണമെങ്കിൽ നമുക്കിവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് വാല്യൂ ഫീൽഡ് സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ കാണാൻ കഴിയും കോളം നെയിം എന്നുള്ളത്. സോ നമ്മളിവിടെ ടോട്ടൽ സെയിൽസ് എന്ന് എഴുതുന്നു. അതുപോലെ നമ്മുടെ ഈ നമ്പർ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഈ നമ്പർ ഫോർമാറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് സോ എല്ലാ എമൗണ്ടും കറൻസിയിലായതുകൊണ്ട് നമുക്ക് കറൻസി സെലക്ട് ചെയ്യാം. നമുക്ക് ഡോളർ സൈനോ റുപ്പീസ് സൈനോ നമുക്ക് ആവശ്യമുള്ള കറൻസി സൈൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ ഡോളർ സൈൻ സെലക്ട് ചെയ്യുന്നു. 2 ഡെസിമൽ പ്ലേസും അപ്ലൈ ചെയ്യുന്നു. ശേഷം ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ടോട്ടൽ സെയിൽസ് എന്നായി. അതുപോലെ നമ്മുടെ കറൻസിയുടെ ഫോർമാറ്റിങ്ങും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇതൊരു ബേസിക് പിവോട്ട് ടേബിളാണ്. സോ ഇനി നമുക്ക് പിവോട്ട് ടേബിൾ ചേഞ്ച് വരുത്തണം എന്ന് വെക്കുക. സോ നമുക്ക് ഇനി കാണേണ്ടത് ഓരോ റീജിയണിലും ഓരോ റെപ്രസെൻറ്റേറ്റീവും ചെയ്ത സെയിൽസാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ കോളം സൈഡിലാണ് വേണ്ടത് എന്ന് നോക്കുക. സോ നമ്മളിവിടെ ഈ ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ആയി വരും. സോ നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ കോളം എന്നതിൽ ഡ്രോപ്പ് ചെയ്യുക. സോ കോളം എന്നതിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഓരോ റെപ്രസെൻറ്റേറ്റീവും ഓരോ റീജിയണിലും ചെയ്ത സെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ അതിൻ്റെ ടോട്ടലും നിങ്ങൾക്കിവിടെ കാണാം. ഓരോ റെപ്രസെൻറ്റേറ്റീവിൻ്റെയും പേരും അവരുടെ ടോട്ടൽ സെയിൽസും നമുക്ക് ഇവിടെ ഈ രീതിയിൽ കാണാൻ കഴിയും. സോ നമ്മൾ ഈ ടേബിളിൽ ഇനി ചെറിയൊരു മാറ്റം കൂടി വരുത്തുന്നു. നമ്മൾ ഈ ഓരോ റീജിയൻ്റെയും സബായിട്ട് നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവിൻ്റെ കൊടുക്കുകയാണ്. സോ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഈ കോളത്തിൽ നിന്നും ഈ റെപ്രസെൻറ്റേറ്റീവിൻ്റെയും റോസ് എന്ന് പറയുന്ന ഭാഗത്തെ ഡ്രോപ്പ് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് സെൻട്രലിൽ ഈസ്റ്റിൽ അതുപോലെ വെസ്റ്റിൽ ഈ രീതിയിൽ ഓക്കെ സെൻട്രലിൽ ഓരോ റെപ്രസെൻറ്റേറ്റീവും ചെയ്ത ടോട്ടൽ സെയിൽസ്, അതുപോലെ ഈസ്റ്റിൽ ചെയ്ത സെയിൽസ്, അതുപോലെ വെസ്റ്റിൽ ചെയ്ത സെയിൽസ്. സോ ഇതിങ്ങനെ വരാൻ കാരണം നമ്മൾ ഈ 2 റീജിയണും അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവിനെയും റോസ് എന്ന് പറയുന്ന കോളത്തിൽ ആഡ് ചെയ്തത് കൊണ്ടാണ്. സോ നമ്മളിനി ഇവിടെ വേറൊരു പരീക്ഷണം കൂടി നടത്തി. ഈ റെപ്രസെൻറ്റേറ്റീവിനെ മുകളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഓരോ റെപ്രസെൻറ്റേറ്റീവും ഓരോ റീജിയണിലും, അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും മെയിൻ ഹെഡിങ് വരുന്നത്, അതിൻ്റെ സബായി റീജിയൺ വരും. സോ അത് നമുക്ക് ഇവിടെ വരാൻ കാരണം നമ്മൾ റെപ്രസെൻറ്റേറ്റീവിനെ മുകളിലോട്ട് മാറ്റിയത് കൊണ്ടാണ്. സോ ഞാനത് താഴോട്ട് തന്നെ മാറ്റുന്നു. അതായിരിക്കും ഒന്നുകൂടി നല്ല ഒരു ടേബിൾ എന്ന് പറയുന്നത്. സോ ഇത്തരം രീതിയിൽ നമുക്കൊരു വലിയ ടേബിളിൻ്റെ ഡാറ്റ വെറും സെക്കൻഡുകൾ കൊണ്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്നതാണ് പിവോട്ട് ടേബിൾ ഉപയോഗിച്ച്. സോ ഇനി ഞാൻ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഓരോ റെപ്രസെൻറ്റേറ്റീവും വിറ്റ യൂണിറ്റ്സ്, എത്ര യൂണിറ്റ്സ് സാധനമാണ്, എത്ര പീസ് സാധനമാണ് അവർ സെയിൽ ചെയ്തതെന്നാണ്. സോ ഞാൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് വാല്യൂസിൽ കൊണ്ടുവരുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമ്മൾ ഈ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ലാസ്റ്റിലോട്ട് മാറ്റുന്നു കോളം. സോ നമ്മൾ അതൊന്നുകൂടി മാറ്റിയപ്പോൾ ഇപ്പോൾ ഓരോ റെപ്രസെൻറ്റേറ്റീവും എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്തു 183 അതിൻ്റെ ടോട്ടൽ സെയിൽസ് അങ്ങനെ നമുക്കിവിടെ കാണാം. ഇതിൽ നമുക്ക് റീജിയൻ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീജിയൻ സെലക്ട് ചെയ്യുക. റീജിയൻ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ റീജിയണിലും ഓരോ റെപ്രസെൻറ്റേറ്റീവും എത്ര ടോട്ടൽ യൂണിറ്റ്സ് എത്രയാണ് സെയിൽ ചെയ്തത്, എത്രയാണ് ടോട്ടൽ വാല്യൂ. സോ ഇങ്ങനെ നമ്മുടെ എത്ര വലിയ ടേബിൾ ആയാലും വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ ടേബിളിനെ അനലൈസ് ചെയ്ത് ആ ടേബിളിൻ്റെ സമ്മറി എടുത്ത് ഇതുപോലെ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് നമുക്ക് പിവോട്ട് ടേബിൾ ഉപയോഗിക്കാം. അടുത്തതായി ഇതിലെ ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഞാനിപ്പോൾ ഈ റീജിയൻ നമുക്ക് വേണ്ടാത്ത ഫീൽഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഒന്നുകിൽ ഇവിടെ
ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്താലും അത് റിമൂവ് ആവുന്നതാണ്. സോ നമുക്ക് അടുത്ത് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമ്മളിപ്പോൾ റീജിയൻ എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് റീജിയൻ്റെ ഒരു ഫിൽറ്റർ ഇവിടെ വെക്കാം. സോ നമുക്ക് ആ ഓരോ റീജിയനും സെലക്ട് ചെയ്യുമ്പോൾ ആ റീജിയനിലെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ലഭ്യമാവണം. സോ ഞാൻ ഈ റീജിയൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഫിൽറ്ററിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. സോ നമുക്ക് മുകളിൽ ഇപ്പോൾ ഒരു ഫിൽറ്റർ ഒരു ഓപ്ഷൻ വരും. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഡീറ്റെയിൽസും എല്ലാ റീജിയനിലെ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കും. സോ നമുക്ക് ഇനി വെസ്റ്റിലെ ഡീറ്റെയിൽസ് മാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ സോ ബാക്കി എല്ലാം ഓഫ് ചെയ്ത ശേഷം ഈ വെസ്റ്റ് മാത്രം ഓൺ ചെയ്ത് വെക്കുക. സോ നമുക്ക് വെസ്റ്റിലെ ഡീറ്റെയിൽസ് മാത്രം, വെസ്റ്റിലെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇതുപോലെ ലഭിക്കും. ഇനി നമുക്ക് വെസ്റ്റും സെൻട്രലും വേണമെങ്കിൽ വെസ്റ്റും സെൻറ്ററും സെലക്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റിലെയും സെൻട്രലിലെയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. സോ നിങ്ങളിതുപോലെ വലിയ ടാബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഒരുപാട് ടാബിൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. വലിയ ഒരുപാട് റെക്കോർഡുകളുള്ള ടാബിൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പിവോട്ട് ടാബിൾ വിവിധ തരത്തിലുള്ള സമ്മറി എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക. അടുത്തതായി പിവോട്ട് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ പിവോട്ട് ടേബിളുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ തന്നെയാണത്. നമ്മളിപ്പോൾ പിവോട്ട് ടേബിൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതേ രീതിയിൽ ആ ഒരു ടേബിളിൻ്റെ ചാർട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ പിവോട്ട് ടേബിളിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പിവോട്ട് ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്യാം. സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മാറ്റാം. നമ്മുടെ ടേബിളിൻ്റെ ഒരു സമ്മറി ആയിരിക്കും ആ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഏത് വാല്യൂടെയും ഡാറ്റ അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഡാറ്റയുടെ ഉൾഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഇൻസേർട്ട് ടാബിൽ പോയിട്ട് പിവോട്ട് ചാർട്ട് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പിവോട്ട് ചാർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ തന്നെ നമ്മുടെ ടേബിൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായി സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. ശേഷം നമുക്ക് എവിടെയാണോ ഗ്രാഫ് വേണ്ടത്, നമ്മുടെ ചാർട്ട് വേണ്ടതെന്ന് നോക്കുക. സോ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ശേഷം ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏത് ഭാഗത്താണ് വേണ്ടത്, എനിക്ക് ഈ ഭാഗത്താണ് വേണ്ടത്. സോ ഞാൻ അവിടെ ആ സെല്ല് സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നമ്മുടെ പിവോട്ട് പിവോട്ട് ചാർട്ടിൻ്റെ കൂടെ ഒരു പിവോട്ട് ടേബിളും ഉണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പിവോട്ട് ചാർട്ടിലായതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പിവോട്ട് ചാർട്ട്. സോ ഇപ്പോൾ ഇത് ബ്ലാങ്ക് ആണ്. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് പിവോട്ട് ചാർട്ട് ഫീൽഡ് ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കും. സോ നമുക്ക് എക്സ് ആക്സിസിൽ വേണ്ടത് നമുക്ക് റീജിയൻ ആണ്. ഓക്കെ, സോ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്തിട്ട് ആക്സസ് കാറ്റഗറിയിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. സോ നമുക്കതുപോലെ വൈ ആക്സിസിൽ വേണ്ടത് നമ്മുടെ ടോട്ടൽ സെയിലിൻ്റെ വാല്യൂ ആണ്. സോ നമ്മൾ ഈ ടോട്ടൽ എന്ന് പറയുന്ന ഈ ഫീൽഡ് സെലക്ട് ചെയ്ത് വാല്യൂസിൽ ഡ്രോപ്പ് ചെയ്യുക. സോ നമ്മുടെ ഗ്രാഫ് റെഡിയായി. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഗ്രാഫ് റെഡിയായി. അതിൻ്റെ ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ, അതുപോലെ അതിൻ്റെ ചാർട്ട് ഇവിടെ കാണാൻ കഴിയും. സോ ഇനി നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇതിൽ വേണമെന്ന് നോക്കുക. സോ ഞാൻ ഈ റെപ്പ് എന്ന് പറയുന്ന ഫീൽഡ് സെലക്ട് ചെയ്ത് ആക്സസ് എന്ന് പറയുന്ന കോളത്തിൽ റീജിയന് താഴെ ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മുടെ ഗ്രാഫ് നോക്കൂ, വളരെ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ റീജിയൻ വൈസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവിൻ്റെ സെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ്. സോ ഞാനിപ്പോൾ ഇവിടുന്ന് റീജിയൻ റിമൂവ് ചെയ്യുന്നു. സോ നമുക്ക് ഓരോ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് മാത്രം അവരുടെ സെയിൽസിൻ്റെ ചാർട്ട് മാത്രം നമുക്ക് ലഭ്യമാവും. സോ ഞാനിവിടെ ഒരു റീജിയൻ ഫിൽട്ടർ വെക്കുന്നു. സോ റീജിയൻ സെലക്ട് ചെയ്ത് ഫിൽറ്റേഴ്സിൽ ഡ്രോപ്പ് ചെയ്യുന്നു. സോ നമുക്ക് നേരത്തെ ടാബിളിൽ ലഭിച്ച പോലെ തന്നെ ഇവിടെ ഒരു റീജിയൻ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ വരും. സോ നമുക്ക് സെൻട്രലിൻ്റെ മാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ സെൻട്രൽ സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻട്രൽ റീജിയനിലെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ലഭ്യമാവും. അതുപോലെ വെസ്റ്റ് ആണെങ്കിൽ വെസ്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റിലെ സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം നമുക്കിവിടെ ലഭ്യമാവും. അതിനനുസരിച്ച് ഇവിടെ ടേബിളിലും അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മാറ്റം ഇവിടെ പിവോട്ട് ടേബിളിലും അതുമായി ബന്ധപ്പെട്ട പിവോട്ട് ടേബിളിലും ആ മാറ്റം നിങ്ങൾക്കിവിടെ കാണാം. സോ ഞാൻ ഫിൽട്ടർ ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റീജിയനിലെ ഡീറ്റെയിൽസും നമുക്ക് ലഭ്യമാവും. സോ ഇനി ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ ആദ്യമായി റെപ്രസെൻറ്റേറ്റീവ് ഫീൽഡ് എക്സ് ആക്സിസിൽ കൊടുക്കുന്നു. ടോട്ടൽ സെയിൽസ് വാല്യൂ നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കുന്നു. സോ നമ്മുടെ ഒരു ചാർട്ട് ലഭ്യമായി.
ഇത് നമ്മൾ ലെജൻഡ് സീരീസിൽ നമ്മൾ റീജിയൺ കൊടുക്കുന്നു. സോ ലെജൻഡ് സീരീസ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഈ സൈഡിൽ കാണാൻ കഴിയും. സോ നമുക്ക് കാണാം ആൻഡ്രൂസിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഈ ബ്ലൂ കളർ, അതായത് സെൻട്രൽ റീജിയനിലാണ്. ഹൊവാർഡ് എന്ന ആളുടെ സെയിൽസ് എന്ന് പറയുന്നത് ഈസ്റ്റ് റീജിയനിലാണ്. അതുപോലെ ഈ രണ്ട് പേരുടെ വെസ്റ്റ് റീജിയനിലാണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ലെജൻഡ് സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ടേബിൾ ലഭ്യമാവും. സോ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് എല്ലാ ഡാറ്റാസും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇത് ഉപയോഗിച്ച്. ഇവിടെയും നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് സെൻട്രൽ മാത്രം മതിയെങ്കിൽ സെൻട്രൽ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻട്രലിലെ ഡീറ്റെയിൽസ് മാത്രം ഇതുപോലെ ലഭ്യമാവും. സോ നമുക്ക് സെൻട്രൽ ആൻഡ് വെസ്റ്റ് വേണമെന്ന് വെച്ചാൽ സെൻട്രൽ വെസ്റ്റും സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയനിലെ ഡീറ്റെയിൽസ് മാത്രം പ്രത്യേക കളറിൽ നമ്മളിവിടെ ലെജൻഡ് സീരീസിൽ കൊടുത്തത് കൊണ്ട് പ്രത്യേക കളറായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ചാർട്ടിൽ നമുക്ക് കൂടുതൽ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ സോ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ആക്സിസ് ടൈറ്റിൽ കൊടുക്കാം, അതുപോലെ ഡാറ്റ ലേബൽസ് കൊടുക്കാം. ആക്സിസ് ടൈറ്റിൽ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ ഡാറ്റ ലേബൽസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ വാല്യൂ, ആ വാല്യൂ നമ്മുടെ ഗ്രാഫിൻ്റെ കൂടെ ഇവിടെ കാണിക്കുന്നതാണ്. സോ ഡാറ്റ ടേബിൾ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ആ ടേബിൾ കൂടി നമുക്ക് താഴെ ഇതുപോലെ ലഭ്യമാവും. അതുപോലെ ചാർട്ട് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർട്ട് ടൈറ്റിൽ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത് നമ്മൾ നേരത്തെ ചാർട്ട് ഓപ്ഷനിൽ പഠിച്ച പോലെ തന്നെ ഇത് നമുക്ക് ഇതുപോലെ ഫോർമാറ്റ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ വിവിധ തരത്തിലുള്ള ചാർട്ടുകൾ, അതിൻ്റെ വിവിധ തരത്തിലുള്ള ഫോർമാറ്റിലുള്ള ചാർട്ടുകൾ ഇവിടെ ലഭ്യമാവും. നമ്മുടെ പിവോട്ട് ടേബിളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇതുപോലെ കളർ സ്കീം ചേഞ്ച് ചെയ്യണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു ബ്ലൂ റെഡ് കളറിലാണുള്ളത്. സോ ഞാൻ ആദ്യമായി ഇവിടെ എല്ലാ റീജിയനും സെലക്ട് ചെയ്യുന്നു. സോ ഈ ഒരു സീരീസാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇതാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. സോ ഓരോ ഡീറ്റെയിൽസിൻ്റെയും കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സീരീസ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പിവോട്ട് ടേബിളിൽ നമ്മൾ ഇൻസേർട്ടിൽ പിവോട്ട് ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിവോട്ട് ടേബിൾ ആൻഡ് ചാർട്ട് എന്നുണ്ടായിരിക്കും. സോ ചാർട്ടും ടേബിളും ഒരുമിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓൾറെഡി നമ്മൾ ചാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ടേബിൾ ക്രിയേറ്റ് ആവുന്നതാണ്. എന്നിരുന്നാലും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ ഡാറ്റ ഓൾറെഡി സെലക്റ്റായി, എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. സോ നമ്മളിവിടെ സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. നമ്മുടെ റീജിയൻ, അതുപോലെ തന്നെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്, ടോട്ടൽ വാല്യൂ, നമ്മുടെ ചാർട്ട് ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ അതിനനുസരിച്ച് പിവോട്ട് ടേബിളും ഇവിടെ റെഡിയായി. സോ ഇനി പിവോട്ട് ടേബിളിൻ്റെ കുറച്ച് ഓപ്ഷൻസുകൾ നമ്മൾ പിവോട്ട് ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസൈൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഓപ്ഷൻസ് കാണാം. സോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യമല്ലാത്ത ചില ഓപ്ഷനുകളാണ്, എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമായി വരും. ഇൻസേർട്ട് ബ്ലാങ്ക് ലൈൻ ആഫ്റ്റർ ഈച്ച് ഐറ്റം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടേബിളിനും ഓരോ ഡീറ്റെയിൽസിനും, അതായത് ഓരോ റീജിയനിലും ഇടയിൽ നമുക്കൊരു ബ്ലാങ്ക് സെൽസ് വരുന്നതായിരിക്കും. അതുപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവുന്നതാണ്. അതുപോലെ റിപ്പോർട്ട് ലേഔട്ട് എങ്ങനെയാണ് വേണ്ടത്, നമ്മൾ ഇപ്പോൾ ഡീഫാൾട്ടായിട്ടുള്ളത് ഈ രീതിയിലാണ്. സോ നമ്മളത് ഈ ഒരു രീതിയിലുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ലേഔട്ടായിരിക്കും വരിക. വിവിധ തരത്തിലുള്ള ലേഔട്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇതുപോലെ സെലക്ട് ചെയ്യാം. അടുത്ത ഈ ഗ്രാൻഡ് ടോട്ടൽ ഓപ്ഷനാണ്, ഓഫ് റോസ് ആൻഡ് കോളംസ്. സോ നമുക്ക് ഗ്രാൻഡ് ടോട്ടലിലൂടെ ലഭ്യമായിരിക്കില്ല. ഓൺ ഫോർ റോസ് ആൻഡ് കോളംസ്. സോ നമുക്ക് റോസിൻ്റെയും കോളത്തിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ ലഭ്യമായിരിക്കും. അതുപോലെ ഓൺ ഫോർ റോസ് ഓൺലി, ഓൺ ഫോർ കോളംസ് ഓൺലി നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവുന്നതാണ്. അതുപോലെ സബ് ടോട്ടൽസിൻ്റെയും അതുപോലെ തന്നെ ഷോ ഓൾ സബ് ടോട്ടൽസ്. ഇതുപോലെ നമുക്ക് ഓരോ റീജിയനിലെയും സബ് ടോട്ടൽസ് നമുക്ക് കാണാൻ കഴിയും. ബോട്ടം ഓഫ് ദ ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിത് മുകളിൽ വേണമെങ്കിൽ ഇത് ടോപ്പ് ഓഫ് ദ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുകളിൽ വരും. താഴെ വേണമെങ്കിൽ ബോട്ടം ഓഫ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ വരുന്നതാണ്.